പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ ഖജനാവ് ധൂർത്തടിച്ചു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് എന്തായാലും ഒരു വലിയ വിപുലമായ പരിപാടിയായിരുന്നു. ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുത്തെ പ്രതിനിധികളും ഒക്കെ വന്ന പരിപാടിയാണ്. അപ്പോൾ ഒരുപക്ഷെ പണച്ചെലവുണ്ടാവും. കാരണം വളരെ ശീതീകരിച്ച പന്തല് 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നവർക്കൊക്കെ ഭക്ഷണം വേണം, അവരുടെ താമസം, പിന്നെ ധാരാളം പേർക്ക് കുമരകത്തും മറ്റുമൊക്കെയാണ് അവരെ താമസിപ്പിച്ചത്. എന്നിട്ട് അവിടുന്ന് ഇവിടെ എത്തിക്കുകയായിരുന്നു. അപ്പൊ ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ദൂർത്തടിച്ചോ എന്ന് തോന്നുന്നുണ്ടോ? അത് സർ, ഈ വിഷയത്തിൽ ഹൈക്കോടതിയാണ്, അതായത് അയ്യപ്പ സംഗമം തടയണം എന്നാവശ്യപ്പെട്ട് ചില ഹർജികൾ വന്നിരുന്നു. അത് പരിശോധിക്കുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചു. ഒരു കാരണവശാലും കാണിക്കപ്പണം, ദേവസ്വം ബോർഡിന്റെ പണം എടുത്ത്, ഭക്തരുടെ പണം എടുത്ത് ചെലവഴിക്കരുത്. സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി പണം മുടക്കരുത്. മറിച്ച് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്ന തുക വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിവിടെ ഏതാണ്ടൊക്കെ പാലിച്ചു. പക്ഷേ ഏതാണ്ട് 6-7 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ മഹാസംഗമം സംഘടിപ്പിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്, ദേവസ്വം ബോർഡ് പറയുന്നത്. മുഴുവനും സ്പോൺസർമാരിൽ നിന്നാണ് തുക കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ പരസ്യം PRDയിൽ നിന്ന് പത്രങ്ങൾക്ക് കൊടുത്തിരുന്നു. മലയാള പത്രങ്ങളിൽ 1/2 പേജ് പരസ്യവും, കേരളത്തിന് പുറത്തുള്ള ചില പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യവും, ഇംഗ്ലീഷ് പത്രങ്ങളിൽ അടക്കം വന്നിരുന്നു. അതാണ് ഇപ്പോൾ വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ പരസ്യം കൊടുക്കുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്നാണല്ലോ പണം പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും സർക്കാർ എന്തിന് ഈ പരസ്യം കൊടുത്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് സർക്കാരിന് വേണമെങ്കിൽ പറയാം, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾ പരസ്യം കൊടുത്തു, അത് സർക്കാരിന്റെ പോളിസിയാണ്, സർക്കാരിന്റെ നയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വേറൊരു കള്ളി പുറത്താകുന്നില്ല. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയാണ്, 75 വർഷം പൂർത്തിയായതിന്റെ പേരിലാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സർക്കാരാണ് മുഴുവൻ കാര്യങ്ങളിലേക്കും, സർക്കാരും ഭരിക്കുന്ന വകുപ്പുകളും, വകുപ്പ്, പോലീസ്, ആരോഗ്യം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുമാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ദേവസ്വം ബോർഡ് ശരിക്കും പറഞ്ഞ അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ലതാണ്. കാരണം പല ജാതി സംബന്ധിച്ചൊരു പ്രചാരണം നടക്കുകയാണ്. ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. കോടതി അത് തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ, പക്ഷേ ദേവസ്വം ഫണ്ട് എടുത്ത് ഉപയോഗിക്കരുത്. ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഇത് സംബന്ധിച്ച പരസ്യത്തിന് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ, നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച് പരസ്യം കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പറഞ്ഞു ഈ ദേവസ്വം ഫണ്ട് ഇതിന് ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട് ഹൈക്കോടതിയുടെ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. അപ്പോഴാണ് സ്റ്റേറ്റ് PRDയെ കൊണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഈ പരസ്യം പത്രങ്ങൾക്ക് കൊടുപ്പിച്ചത്. അത് കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളിലും ഈ പരസ്യം വന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ വന്നോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പത്രങ്ങളിലൊക്കെ പരസ്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. ഇതിന്റെ കണക്കുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്കുകൾ വളരെ സുതാര്യമായിരിക്കണം, എല്ലാറ്റിനും രേഖകൾ വേണം, വളരെ കൃത്യമായിട്ട് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തണം എന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ പരസ്യത്തിന് ചെലവഴിച്ച തുക ഏത് വകയിൽ കൊള്ളിക്കും എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അത് തീർച്ചയായിട്ടും സർക്കാർ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. ഹൈക്കോടതി ഈ വിഷയത്തിൽ സർക്കാരിന്റെ കൊങ്ങയ്ക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തത് കുമരകത്തൊക്കെ റിസോർട്ടിലാണ്.
കുമരകം, അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ചിലയിടങ്ങളിലൊക്കെയാണ്. എന്നിട്ട് അവരെ അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഇന്നോവയിലും ഒക്കെയാണ് ഇവിടെ പമ്പയിൽ എത്തിച്ചത്. ഞാൻ കണ്ടതാണ്, ഞാൻ ദൃക്സാക്ഷിയാണ്, അല്ല പരിചയപ്പെട്ടു. അത് സാർ അവര് പറയും സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ച തുക. ഞാൻ പറഞ്ഞല്ലോ 6-7 കോടി രൂപ അവർ. അല്ല, അവരവിടെ വന്നതും ഞാൻ അവരെ പരിചയപ്പെട്ടു. ആ. അവര് മലയാളികളാണ്. അവിടെ പോയി ഹൈദരാബാദിൽ വന്നവരെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അവരവിടെ അങ്ങ് ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരാണ്. അവര് ഇപ്പം അയ്യപ്പ സംഗമത്തിൽ വന്നത് ഇവിടെ ഒരു വ്യവസായ മീറ്റിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള കോട്ടും ഒക്കെ ധരിച്ചാണ് അവര് വന്നത്. പോട്ടെ, വേഷത്തെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, നല്ലത്. അല്ല, എല്ലാരും കറുപ്പെടുത്ത് ഇരുമുടി കെട്ടുമായിട്ട് ശബരിമല ചവിട്ടുന്ന രീതിയിൽ വരണമെന്നൊന്നും നമുക്ക് ഈ സംഗമത്തിൽ അങ്ങനെ വരണമെന്ന് നിർബന്ധം പിടിക്കാം. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ദർശനം നടത്തിയോ? ഇല്ല, അങ്ങോട്ട് പോയില്ല എന്ന് പറയുകയും ചെയ്തു. അതെന്ത് ഉണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ചിലർക്ക് ഇത് സാർ മറ്റൊരു വിഷയം കൂടിയുണ്ട്. നാട് നീള ഫ്ലക്സ് വെച്ചിരിക്കുക. അത് പറയാ ഫ്ലക്സ്. ഞാൻ അങ്ങോട്ടേക്ക് പമ്പയ്ക്ക് പോകുമ്പോൾ ഈ നമുക്കറിയാം മലയാള മാസ സമയത്തൊന്നും വലിയ റോഡുകളിലൊന്നും വലിയ തിരക്ക് ഉണ്ടാകത്തില്ല. അവിടെ വനത്തിലൊക്കെ ഈ മരത്തിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. ആർക്ക് കാണാനാണ്? കടുവയ്ക്കും പുലിക്കും കുരങ്ങനും ഒക്കെ കാണാനാണ്. അത് നാട്ടിലെങ്കില് വെച്ചാ പോരെ, ഈ കാട്ടിനകത്ത് അത് പരിസ്ഥിതി ദോഷമാണ് ഈ ഫ്ലക്സുകൾ കൊണ്ട് വെക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴും. ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പമ്പയിലെ പാരിസ്ഥിതിക സന്തുലനം പാലിക്കണം, അതിന് ദോഷം വരുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകരുത്. അല്ല പ്രശാന്ത്, ഈ ഫ്ലക്സ് മുഴുവനും ഇവർ അഴിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതൊന്ന് താഴെ വീഴും. താഴെ വീഴുന്ന ഉടനെ ഈ മൃഗങ്ങളും മറ്റുമൊക്കെ ഒന്ന് ഈ ഫ്ലക്സ് ചവിട്ടി കീറി അത് ചിലപ്പോൾ കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ മരത്തിലാണെങ്കിലും ഉണ്ട്, കുരങ്ങന്മാർ ഇതിനെ വലിച്ചു കീറിയെടുത്ത് ഇത് എന്ത് ചെയ്യും? താഴോട്ടിടും. മറ്റ് മൃഗങ്ങൾ വന്ന് ഈ ഫ്ലക്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അവിടെയും ഹൈക്കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി. അപ്പോൾ ഒന്ന് പരസ്യം കൊടുത്തത്, 2 ഈ ഫ്ലക്സ് വെച്ചത്, ഇനി എന്തൊക്കെയാണെന്ന് പുറകെ വരാനുണ്ട്. വിവരങ്ങൾ ലഭ്യമായി അവിടെ ഇവർക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇലയിൽ ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ, ഇലയിട്ട് വിളമ്പാമായിരുന്നല്ലോ, ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്. അയ്യോ, ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ് എല്ലാം അവിടെ ആ ഭക്ഷണശാലയിൽ ഇതെല്ലാം ഒരിടത്ത് സംഭരിക്കുന്നുണ്ട്. പക്ഷേ സാർ ഇത് എവിടെ കൊണ്ടുപോയി നശിപ്പിക്കും? ഇതിനെ എങ്ങനെ സംസ്കരിക്കും? കത്തിക്കുമോ, അത് പുഴയിൽ ഒഴുക്കുമോ, എന്താണെന്നുള്ളതാണ് അറിയേണ്ട കാര്യം. കത്തിക്കുന്നത് വലിയ കുഴപ്പമാണ്. പ്ലാസ്റ്റിക് അധികം ഭയങ്കര വലിയ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നത്. അതിന് കുഴിച്ചു മൂടിയാൽ ഭൂമിക്ക് മണ്ണിന് ദോഷമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവിടെ സൃഷ്ടിച്ചു. കാരണം പമ്പയും സന്നിധാനവും മാത്രമല്ല, പൂങ്കാവനം കംപ്ലീറ്റ് ഈ ലാഹ കഴിഞ്ഞാൽ പിന്നെ പൂങ്കാവനമാണ്. പിന്നെ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമാണ് പുണ്യം പൂങ്കാവനം. അതെ. അല്ല, അപ്പോൾ ഈ സർക്കാർ ഇവിടെ വളരെ കൃത്യമായിട്ട് 2 കാര്യങ്ങളിലെങ്കിലും കോടതി വിധി ലംഘിച്ചിരിക്കുക. ഒന്ന്, ഈ പരസ്യം കൊടുത്തതിന് സമാധാനം പറയേണ്ടി വരും. 2, ഈ ഫ്ലക്സുകൾ ഇങ്ങനെ കാടിനകത്ത് കൊണ്ടുപോയി ഈ പമ്പാതടത്തിൽ ഈ ഫ്ലക്സുകളുടെ അനിയന്ത്രിതമായ ഫ്ലക്സുകളുടെ സ്ഥാപനം, അത് വലിയ പാരിസ്ഥിതിക ദോഷം ഉണ്ടാക്കുന്നതാണ്. മറ്റു വിവരങ്ങൾ, സ്പോൺസർഷിപ്പിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കിട്ടി, അതെങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചതെന്നുള്ളത് കണക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആ കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന്റെ ഫണ്ട് ചെലവഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം അവിടെ നടപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടത്. അതിനെ സംബന്ധിച്ച മറ്റ് ആധികാരികമായ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് ഹാജരാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ ക്രമക്കേടുകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട്, സർക്കാർ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ, ദേവസ്വം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കും. അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ളതും സത്യമാണ്.